നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തങ്ങളുടെ രാജ്യം നേടുന്ന സുരക്ഷാ ഭീഷണികൾ, ആ സുരക്ഷാ ഭീഷണി ഒരു തീവ്രവാദി ആക്രമണത്തിൽ കലാശിക്കുന്നതുവരെ നോക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രമല്ല ഇസ്രായേൽ. തങ്ങൾക്ക് നേരെ ഏതെങ്കിലും ശക്തികൾ ഇങ്ങനെ ഒരു ഭീഷണിയുമായി രംഗത്ത് വരുന്നുണ്ട് എന്നവർ അറിഞ്ഞാൽ തീർച്ചയായും അത്തരം ശക്തികൾക്കെതിരെ അവർ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ആക്രമിക്കുക എന്ന ഒരു രീതി പിന്തുടരുന്ന രാജ്യമാണ് ഇസ്രായേൽ. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും പോയി പിന്തുടർന്ന് നശിപ്പിക്കുന്ന ഒരു പാരമ്പര്യവും ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇനി അടുത്ത ലക്ഷ്യമായി പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ലക്ഷ്യം വയ്ക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. ഇസ്രായേലിൻ്റെ ഇന്ത്യയിലെ അംബാസഡറുടെ ചില പ്രസ്താവനകളാണ് ഇതിനുള്ള സൂചനകൾ നൽകുന്നത്. 2023 ഒക്ടോബർ 7 ഒരു കാരണവശാലും ഇസ്രായേലിന് മറക്കാൻ പറ്റാത്ത ദിനമാണ്. ഇസ്രായേലിൻ്റെ എല്ലാവിധ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഹമാസ് ഇസ്രായേലിന് നേരെ വലിയൊരു ഭീകരാക്രമണം അന്ന് നടത്തിയിരുന്നു. നിരവധി ആളുകൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി ആളുകളെ ബന്ദികളാക്കി അവർ ഗാസയിലേക്ക് അല്ലെങ്കിൽ പലസ്തീനിലേക്ക് ഈ ഹമാസ് ഭീകരവാദികൾ കൊണ്ടുപോയി. തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് ഘോരമായ യുദ്ധമായിരുന്നു. ഗാസയെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കി. ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിലാണ് ജീവിച്ചിരിക്കുന്നതും ഇല്ലാത്തതുമായ ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നോവുള്ള അധ്യായമാണ് 2023 ഒക്ടോബർ 7. അത്തരത്തിലൊരു ഭീകരവാദി ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ഒക്കെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ. എന്തിനേറെ പറയുന്നു, ഈ സംഘടനകളെല്ലാം ഇറാൻ്റെ പ്രോക്സി സംഘടനകളായതുകൊണ്ട് തന്നെ ഇറാനെ പോലും ഇസ്രായേൽ ആക്രമിക്കാൻ തുനിഞ്ഞത് ഇങ്ങനെ ഒരു സ്വയം രക്ഷ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അതായത് ഇസ്രായേൽ ആണവായുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. എപ്പോഴാണോ ആണവായുധ നിർമ്മാണം പൂർത്തിയാകുന്നത് അപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. ആ ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയെ സ്വാധീനിച്ച് ഈ ഇറാൻ്റെ ആണവായുധങ്ങൾ കൈക്കലാക്കാനുള്ള വലിയ പോരാട്ടമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേലും അമേരിക്കയും എല്ലാം ഇറാനിൽ നടത്തിയത്. പക്ഷേ അത് അത്ര കണ്ട് വിജയിച്ചിട്ടില്ല. ഇറാൻ ഭരണകൂടത്തെ മാറ്റാനോ ഇറാൻ്റെ ആണവായുധങ്ങൾ കൈക്കലാക്കാനോ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിച്ചിട്ടില്ല. ഈ സൈനിക ലക്ഷ്യങ്ങൾ നേടുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക സമാധാന ഉടമ്പടിയിലേക്ക് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി ഒരു പ്രസ്താവന രംഗത്തിറക്കിയത്. അതായത് ഹമാസ് എന്ന ഭീകര സംഘടന നിലവിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ ശക്തമായ പ്രവർത്തനം നടത്തുന്നു. അവിടെ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നു. ശക്തമായ ആക്രമണം നടത്താനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു. ഇവർ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിനെതിരെ ആയിരിക്കില്ല, മറിച്ച് ഇന്ത്യക്ക് നേരെ ആയിരിക്കും. ഇങ്ങനെ ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഇപ്പോൾ ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹമാസ് ശക്തമാവുകയും അവർ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ തുനിയുകയും ചെയ്താൽ ഇസ്രായേൽ നോക്കിയിരിക്കില്ല എന്ന സന്ദേശവും ഈ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായ റൂവൻ അസർ ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 7 സമാനമായ ശക്തമായ ആക്രമണം ഹമാസും അതുപോലെ തന്നെ മറ്റു ചില സംഘടനകളും ചേർന്ന് ഇന്ത്യയിൽ നടത്താൻ അവർ പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന് ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസും ഹിസ്ബുള്ളയും പോലെയുള്ള സംഘടനകൾ, ഭീകര സംഘടനകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ശക്തി ആർജിച്ചാലും തങ്ങളുടെ ആക്രമണത്തിൻ്റെ കരങ്ങൾ അവിടെ എത്തും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഇസ്രായേലിൻ്റെ മിസൈലുകൾ എത്തിയാൽ തീർച്ചയായും അതിൽ അതിശയോക്തി പ്രകടിപ്പിക്കേണ്ടതില്ല. പക്ഷേ ഇസ്രായേൽ അല്ല ഈ ഹമാസിൻ്റെ ലക്ഷ്യമെന്നും ഇന്ത്യയാണ് ഈ ലക്ഷ്യമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ രാജ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്നത്. തീർച്ചയായും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമെല്ലാം ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകൾ വളരെ ശക്തമായി ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ്. ഇത് ഇന്ത്യക്ക് വളരെ കൃത്യമായി അറിയാം. പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കെതിരെ നടത്തിയ ഗൂഢാലോചന അത് ഇന്ത്യ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താവുകയും അവിടെ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ വരികയും ചെയ്ത കാലഘട്ടം ഇന്ത്യ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി നേരിട്ട കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ
വർഷങ്ങളായി നീണ്ടുനിന്ന ശത്രുതാ മനോഭാവം അവസാനിച്ചതും രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും 1971 ശേഷം ആദ്യമായി ബംഗ്ലാദേശിൽ നിന്നും രാഷ്ട്രത്തലവന്മാരും സൈനിക ഉദ്യോഗസ്ഥരും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും പാകിസ്ഥാനിലേക്ക് യാത്ര നടത്തി, പാകിസ്ഥാനിൽ സന്ദർശനം നടത്തി. തിരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ബംഗ്ലാദേശിലും സന്ദർശനം നടത്തി, ഇന്ത്യക്കെതിരായ ഗൂഢാലോചനകൾ നടത്തി. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ബംഗ്ലാദേശിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കാനുള്ള ഗൂഢാലോചന നടത്തി. ലഷ്കർ ഇ ത്വയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒരുമിച്ച് ഒരു കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കും. ഇതിൻ്റെയൊക്കെ ആസ്ഥാനം ബംഗ്ലാദേശാണ്. മാത്രമല്ല, ഈ സംഘത്തിൽ ഹമാസ് കൂടി ചേരുന്നു എന്ന ഒരു ഗുരുതരമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഇത് തീർച്ചയായും ഇന്ത്യക്കുള്ള മുന്നറിയിപ്പാണ്. ഇന്ത്യ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും നടക്കുന്ന കാര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയുമാണ്. ബംഗ്ലാദേശിൻ്റെ അനുവാദത്തോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ പാകിസ്ഥാൻ നാവികസേന നിലയുറപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തുകൂടി ഭീകരാക്രമണങ്ങൾ, മറുഭാഗത്ത് അവരെ സഹായിക്കാനായി സേനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ, ഇതിനൊക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശും തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അംബാസിഡറുടെ ഈ വാക്കുകൾ ഇന്ത്യക്ക് ലഭിച്ച ആ സൂചനകളിൽ വലിയ വസ്തുതയുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനുമെതിരെ ഒരു സംയുക്ത നീക്കത്തിന് ഇന്ത്യയും ഇസ്രായേലും തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ശക്തികളെ അവരുടെ മടയിൽ ചെന്ന് എതിർക്കും എന്ന് ഇന്ത്യ ഇപ്പോൾ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. നേരത്തെ ഒരു ഭീകരവാദി ആക്രമണം നടക്കാൻ കാത്തിരുന്ന രാജ്യമാണ് ഭാരതമെങ്കിൽ ഒരുപക്ഷെ ഭീകരാക്രമണം നടന്നതിന് ശേഷവും സമാധാനം നിലനിർത്താനായി പ്രത്യാക്രമണം നടത്താത്ത രാജ്യമാണ് ഇതെങ്കിൽ ഭീകരാക്രമണത്തിന് പദ്ധതി ഇടുമ്പോൾ തന്നെ ഭീകരരെ ഉന്മൂലനം ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ ഇന്ത്യ വളരെ കൃത്യമായി നിരീക്ഷിച്ചേക്കും. അതിനുള്ള മുന്നറിയിപ്പുകളാണ് ഇസ്രായേൽ ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നതും. ഹമാസ് കൂടി ഇസ്രായേൽ പറയുന്നത് പോലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് എങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ പ്രതികരണം അത് കൂടുതൽ കടുപ്പത്തിലുള്ളതാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളെ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഇത്തരം സംഘടനകളെ ഭീകരവാദികളായി മുദ്രകുത്തി ഇന്ത്യയിൽ നിരോധിച്ചിട്ടുമുണ്ട്. പക്ഷേ ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയിൽ ആ സംഘടനയെ നിരോധിച്ചിട്ടുമില്ല. കാരണം ഇന്ത്യക്കെതിരെ ഒരു ഭീകര ശക്തിയായി ഹമാസ് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസിനും ഗാസയ്ക്കും പലസ്തീനും അനുകൂലമായ പ്രകടനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ ഭീഷണിക്ക് വലിയ ഒരു ഭീഷണിയായി ഹമാസ് നിലകൊള്ളുന്നു എന്ന ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് വന്നതും ഇന്ത്യയെ ഒരുപക്ഷെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഉയരുന്ന ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉയരുന്ന ഭീഷണികളെ ഗൗരവമായി കാണാനാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പ്. ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ഗൗരവത്തോടെ എടുക്കാനും സാധ്യതയുണ്ട്.